വിവാദങ്ങൾക്കിടയിലും വടകരയിൽ മുല്ലപ്പള്ളി പ്രചരണത്തിനെത്തുമെന്ന പ്രതീക്ഷയിൽ ഷാഫി പറമ്പിൽ. വടകരയിലെ UDF സ്ഥാനാർത്ഥിയായ ഷാഫി പ്രചാരണത്തിനായി പാലക്കാട് നിന്ന് വടകരയിലേക്ക് തിരിച്ചു. മുല്ലപ്പള്ളിയുമായി ആലോചിക്കാതെയുള്ള വടകരയിലെ ഷാഫിയുടെ സ്ഥാനാർത്ഥിത്വം ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അമർഷമുണ്ടാക്കിയിട്ടുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥി പട്ടിക പാലക്കാടും പാർട്ടിക്കുള്ളിൽ വലിയ അസ്വാരസ്യങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. തിരഞ്ഞെടുപ്പിനായി വടകരയിലേക്ക് പോകാനിറങ്ങിയ ഷാഫിയെ യാത്രയാക്കാൻ DCC പ്രസിഡന്റ് ഉൾപ്പെടെ ജില്ലയിലെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ എത്തിയിരുന്നില്ല. A ഗ്രൂപ്പ് നേതാക്കൾ മാത്രമാണ് ഷാഫി ഇറങ്ങും നേരം ഉണ്ടായിരുന്നത്. മുൻ KPCC പ്രസിഡന്റും വടകര MPയുമായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനോട് ആലോചിക്കാതെയാണ് വടകരയിലെ ഷാഫിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. മുല്ലപ്പള്ളിക്ക് ഇത് സംബന്ധിച്ച് അതൃപ്തിയുണ്ടെന്നാണ് അദ്ദേഹവുമായി അടുത്ത നേതാക്കളിൽ നിന്ന് ലഭ്യമായ സൂചന. ഇതേക്കുറിച്ച് ഷാഫിയുടെ പ്രതികരണം ഇങ്ങനെ: ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ അദ്ദേഹത്തെ കാണും. അദ്ദേഹം എൻ്റെ കൂടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉണ്ടാവും. ഹീൽ ബി മൈ ലോക്കൽ ഗാർഡിയൻ. ഇവിടുത്തെ ഗാർഡിയൻസ് ഇതാണ് അവിടുത്തെ എൻ്റെ ലോക്കൽ ഗാർഡിയൻ ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനായിരിക്കുന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതേസമയം പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുണ്ടായാൽ അത് BJPയല്ലേ സഹായിക്കുക എന്ന ചോദ്യത്തിൽ നിന്ന് ഷാഫി തന്ത്രപൂർവ്വം ഒഴിഞ്ഞുമാറി. അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതൊരു കടുത്ത മത്സരമായിരുന്നു. മെട്രോമാൻ ശ്രീധരൻ വന്നു, നരേന്ദ്രമോദി വന്നു, അമിത്ഷാ വന്നു. ഇവരെല്ലാവരും കൂടെ വന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ ഭയങ്കരമായിട്ട് എന്തൊക്കെയോ ഒരു മിസ്ലീഡ് ചെയ്തു. പക്ഷേ പാലക്കാട്ടെ ജനങ്ങൾ ആ 3700-ന് 3 കോടി ജനങ്ങളുടെ ഒരു വികാരത്തിൻ്റെ പ്രതിഫലനമാണത്. അതിനാ 3750 കൗണ്ടിലേക്ക് ചുരുക്കാൻ പറ്റില്ല. ഇത്തവണ വടകരയിൽ ബേപ്പൂരിലെ കോയിബി സഖ്യം ആവർത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മന്ത്രി MB രാജേഷും ആരോപിച്ചിരുന്നു. കൈരളി ന്യൂസ്, പാലക്കാട്.